പലപ്പോഴും നമ്മൾ ഏലിയാവ് എലീശയുടെ മേൽ പകർന്ന അഭിഷേകത്തിൻ്റെ പുതപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അഭിഷേകത്തിൻ്റെ പുതപ്പ് എവിടെ കിട്ടിയാലും നമ്മൾ വെറുതെ വിടത്തില്ല, ചാടിപ്പിടിക്കും. പക്ഷെ ഇവിടെ കാണുന്നത് സ്നേഹത്തിൻ്റെ പുതപ്പാണ്. ദ ബ്ലാങ്കറ്റ് ഓഫ് ലവ്. സ്നാനപ്പെട്ടവരെല്ലാം ഒന്ന് കൈയോർത്തുകയെ, സ്നാനം കണ്ടിട്ടുള്ളവരെല്ലാം ഒന്ന് കൈയോർത്തുകയെ. സ്നാനം കണ്ടിട്ടുള്ളവർ, സഹോദരന്മാർ സ്നാനപ്പെട്ടിട്ട് കരയിലോട്ട് കയറി വരുമ്പോൾ മറ്റൊരു സഹോദരൻ ഒരു വലിയ പുതപ്പുമായിട്ട് വരും. വെള്ളത്തിൽ നിന്ന് കരയിലോട്ട് കയറി വന്ന ഈ സഹോദരനെ ഈ പുതപ്പ് കൊണ്ട് അങ്ങ് പുതയ്ക്കും. സഹോദരിമാർ സ്നാനപ്പെട്ടിട്ട് സ്നാനക്കുളത്തിനകത്തുനിന്ന് കയറി വരുമ്പോൾ രണ്ട് സഹോദരിമാർ വലിയൊരു പുതപ്പുമായിട്ട് വന്ന് ആ പുതപ്പ് കൊണ്ട് അവരെ മറയ്ക്കും. പക്ഷെ അത് ഒടുക്കത്തെ പുതപ്പായിരിക്കും. നാളെ അവനൊരു വീഴ്ച സംഭവിച്ചാൽ അവനെ പുതയ്ക്കാൻ സ്നാനത്തിന് അന്നെടുത്ത ആ പുതപ്പെടുക്കാൻ നമുക്ക് കഴിയത്തില്ല. We need the blanket of love. അവനൊരു വീഴ്ച സംഭവിച്ചാൽ, അവനൊരു താഴ്ച സംഭവിച്ചാൽ, സ്നാനത്തിന് അന്ന് അവനെ പുതയ്ക്കാൻ ആവേശം കാണിച്ച ഒറ്റ സഹോദരന്മാരും പുതപ്പെടുക്കത്തില്ല. അവക്കൊരു തെറ്റ് പറ്റിയാൽ, അവക്കൊരു താഴ്ച സംഭവിച്ചാൽ, സ്നാനത്തിനകന്ന് പുതയ്ക്കാൻ പുതപ്പെടുത്തോണ്ട് ഓടി വന്ന ഒരു സഹോദരിമാരും അവളെ പുതയ്ക്കാൻ ആ പുതപ്പെടുക്കത്തില്ല. സ്നാനത്തിൻ്റെ അന്നത്തെ പുതപ്പ് ആർക്കാ വേണ്ടേ? നിനക്ക് വേണ്ടത് സ്നേഹത്തിൻ്റെ പുതപ്പ്. മുറിവേറ്റവരാരോ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിന്നെ ഇപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പുതപ്പ് കവർ ചെയ്യുന്നുണ്ട് ബ്രദറെ. നീ വീണു, ശരിയാ, പക്ഷെ കർത്താവ് നിന്നെ കവർ ചെയ്യുന്നുണ്ട്. എത്ര പേര് ചോദിക്കും, കർത്താവേ എനിക്ക് ആ സ്നേഹത്തിൻ്റെ പുതപ്പ് വേണം. ഐ നീഡ് ദ ബ്ലാങ്കറ്റ് ഓഫ് ലവ് ടു കവർ മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ. എൻ്റെ സഹോദരൻ്റെയും സഹോദരിയുടെയും കുറവിനെ മറയ്ക്കാൻ, അവരുടെ വീഴ്ചയെ ആരും കാണാതിരിക്കാൻ, അവരുടെ താഴ്ച അങ്ങാടിപ്പാട്ടാകാതിരിക്കാൻ, അവരെ മറയ്ക്കാൻ എനിക്കൊരു പുതപ്പ് വേണമെന്ന് ഹൃദയം കൊണ്ട് കൊതിയുള്ളവൻ സ്നേഹത്തെക്കുറിച്ച് നിങ്ങളോട് എഴുതി അറിയിക്കേണ്ട ആവശ്യമില്ല. മക്കതോന്യക്കാരെയും കൂടെ സ്നേഹിക്കാൻ നിങ്ങൾ ശീലിച്ചു.